അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ തകർച്ചയുള്ളവരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരും അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി വീണ്ടും അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കാര്യക്ക് കോടതി വാദിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാർ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ അവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുദപിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അനുദപിച്ചുകൊണ്ട് കർത്താവിന് ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കാൻ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. മുടി കൊഴിഞ്ഞു പോലെ കാണിക്കുന്നുണ്ട്. തലയോട്ടിലെ സിസ്റ്ററുകൾക്കുണ്ട്, ശരീരത്തിലെ അരിമ്പാറ മുതലായ അതുപോലെ തന്നെ
സിസ്റ്റുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞരമ്പുകളുള്ള സിസ്റ്റുകൾ, അതുപോലെ തന്നെ തടസ്സങ്ങൾ, ഞരമ്പുകൾ വന്നിട്ടുള്ള മുഴകൾ, അലർജി രോഗങ്ങൾ, അസ്ഥി തേയ്മാനങ്ങൾ, ലിഗമെൻ്റ് പോയിട്ടുള്ള അവസ്ഥകൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, അർസിസ് രോഗികൾ, കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ഉച്ചത സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, കൃപാസ്ഥാനത്താരെ ജീവരുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ തൊണ്ടയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. നമുക്ക് ആ വചനത്തിന്റെ കണ്ടിന്യൂഷനിലേക്ക് തന്നെ പോകാം. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇപ്പൊ നല്ല നിലത്താണ് വീണത്. പക്ഷെ വിത്തുകൾക്ക് ഒരേ സ്ഥലത്ത് വീണിട്ടും പല വിളവാണ്. അതല്ലേ പ്രശ്നം. ഇപ്പം നമ്മൾ 30 മേനി കണ്ടു കഴിഞ്ഞ് വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ആണ് 60 മേനി. അത് ഇന്നലെ കണ്ടു. ഇന്നിപ്പോൾ കാണുന്നത് എന്താ അറിയാവാ? 100 മേനിയാണ്. 100 മേനി എന്ന് പറയുമ്പോൾ എന്താണ് 100 മേനി? അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യാശയ്ക്കുണ്ടാകുന്ന ഒരു വിഷയം. പ്രത്യാശയിലെ 60 മേനി പഴയകാല അനുഭവങ്ങൾ. ഇപ്പം എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടേ, ഈ വിശ്വാസത്തിലൊരു വിഷയം ചെയ്യണത് ഓളോടെ സഡൻ ആർക്കും കയറി വിശ്വാസത്തിൽ വർത്തമാന അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു, അവർക്കത് അനുഭവമായി മാറുന്നു. പക്ഷേ അതാണ് സാധാരണ കേവല വിശ്വാസം. വർത്തമാനകാലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, നമുക്ക് അപ്പം തന്നെ അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ അത് 30 മേനിയേ ഉള്ളൂ. നമ്മൾ പ്രത്യാശിക്കുന്നു പറയുമ്പോൾ വർത്തമാനകാല അനുഭവം മാത്രമല്ല ഇതിനകത്തുള്ളത്, നമ്മുടെ പാസ്റ്റായിട്ടുള്ള അനുഭവങ്ങളില്ലേ. അതാണ് കുറച്ചുകൂടി ഗ്രോണപ്പ്, കർത്താവിൽ കുറച്ചുകൂടി വളർന്ന ആൾക്കാർക്കാണ് പ്രത്യാശ വരണത്. കഷ്ടത സഹനശീലവും എന്നല്ലേ പറയണത്. 5:4. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന്. അതായത് കഷ്ടത സഹനശീലം ഉളവാക്കുന്നു. കഷ്ടത എന്താ ഉളവാക്കുന്നത്? സഹനശീലം ആത്മധൈര്യം ഉളവാക്കുന്നു. ആത്മധൈര്യം പ്രത്യാശ ഉളവാക്കുന്നു. പ്രത്യാശ നമ്മൾ നിരാശയാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇതെല്ലാം കഷ്ടത സഹനശീലമാണ്. അപ്പോൾ ശീലം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ശീലമല്ല. ശീലം എന്ന് പറഞ്ഞാൽ എന്താണത്? ഹാബിറ്റ്. വാട്ട് ഇസ് ഹാബിറ്റ്? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. മുൻകാലങ്ങളുണ്ടായിട്ടുള്ള പല ഹാബിറ്റുകളില്ലേ, റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വന്ന പല സങ്കടങ്ങളില്ലേ, അതാ കഷ്ടത സഹന. പല കാലങ്ങളിൽ ഒരേ വിഷയത്തിൽ നമ്മളെ പല കാര്യങ്ങളിൽ ഇങ്ങനെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നു വരുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മോചനം കിട്ടിയ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ആ മോചനം കിട്ടിയ അനുഭവങ്ങളാണ് പ്രത്യാശയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത്. പണ്ട് നമ്മൾ വിശ്വസിച്ചു, അപ്പോൾ നമുക്ക് സഹനം വന്നു. ആ സഹനത്തിൽ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തു, പ്രാർത്ഥന കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ. അതിൽ നമുക്ക് ഡെലിവറായി, നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്കത് വിശ്വാസമായി, അപ്പോൾ അതൊക്കെ അനുഭവമായി. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ആണ്. അപ്പോൾ അതല്ലേ നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളത് കൊണ്ട് കണ്ട. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളാണ്. ഫെബ്രുവരി 12:1 എടുത്തേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ, പ്രത്യാശ ആസ്പദങ്ങള് നമ്മുടെ പൂർവ്വകാല
ദൈവാനുഭവങ്ങൾ മാത്രമല്ല, മറ്റുള്ള വിശുദ്ധന്മാരുടെ പൂർവ്വകാല അനുഭവങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഭവങ്ങളും നമ്മുടെ പ്രത്യാശയുടെ ആസ്പദമാണ്. കുറച്ച് ഇത് പക്ഷേ ഇതൊരു മെച്യൂർ ക്രിസ്ത്യനാണ്, കുറച്ചുകൂടി ഗ്രോണപ്പായി. എങ്ങനെ ഗ്രോണപ്പായി? അത് വചനത്തിലും പാരമ്പര്യത്തിലും അവർ ഗ്രോണപ്പായിരിക്കുന്നതാണ് മെച്യൂർ ക്രിസ്ത്യൻസ്. അവന് പാരമ്പര്യമുണ്ട്. പാരമ്പര്യ പ്രവാചകന്മാർക്കും സഹോദരങ്ങൾക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള സഹനങ്ങളിൽ നിന്ന് അവർ വീണ്ടെടുത്തത് നമുക്ക് ആസ്തിയാണ്. അതുപോലെ നമ്മുടെ തന്നെ പൂർവ്വകാല അനുഭവങ്ങളിലൂടെയും ദൈവത്തെ അനുഭവിച്ച ആസ്തിയാണ്. അതാണ് പ്രത്യാശ. ഇനി അതൊക്കെ രണ്ടും ഉണ്ടെങ്കിലും 60 മേനിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി എന്താ വരണത്? 100 മേനിയുണ്ട്. അതെന്താണ്? സ്നേഹം. നമ്മൾ ആദ്യം വിശ്വാസത്തിൽ വിതയ്ക്കുന്നത് 30 മേനി, പ്രത്യാശ വിതയ്ക്കുന്നവർ 60 മേനി. പിന്നെന്താ പറഞ്ഞത്? സ്നേഹത്തിൽ വിതയ്ക്കുന്നത്. അതാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. ഒരു കുരുവിട്ട, ഒരു വിത്തിട്ട ഞാറ് കിട്ടുമ്പോൾ 100 വിത്തുകൾ നമുക്ക് കിട്ടും. ഗലാത്യർ 5:6 സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗ്യാപ്പില്ല. പ്രത്യാശക്ക് ഒരു കുഴപ്പമുണ്ടേ, ഇടയ്ക്കിടയ്ക്ക് വിട്ടു പിടിക്കും. ഇപ്പം നമ്മൾ മോട്ടർ വെള്ളം അടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ചാടി എങ്ങനെ വരത്തില്ലേ? നമ്മൾ ആ ഓസ് നോക്കുമ്പോൾ കുറച്ച് വെള്ളം ചാടി വരും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ട്. പ്രത്യാശക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം സ്നേഹത്തിന് അങ്ങനെയല്ല. സ്നേഹം 100 മേനി കൊയ്യണമെന്ന് പറഞ്ഞ കാര്യം ഗ്യാപ്പില്ല, ഇടയ്ക്ക് ഗ്യാസൊന്നും കയറുന്നില്ല. ഇടയ്ക്ക് കുറച്ച് വിശ്വാസവും പ്രത്യേകം കുറഞ്ഞ സമയമുണ്ട്. അങ്ങനെ വരത്തില്ല. 100 എല്ലാ സമയത്തും ഒരുപോലെ. അതാണ് സ്നേഹത്താൽ നിരതത്തിനാണ് പ്രാധാന്യം. അവിടെ പ്രവർത്തനമൊക്കെ മൂലമുണ്ടല്ലോ, ആ പ്രവർത്തനം ആദ്യം മൂലം ഉണ്ടല്ലോ. വിശ്വാസം പ്രവർത്തനം മൂലമാണ് നീതീകരിക്കണം എന്നുണ്ടല്ലോ. പക്ഷെ നിരതമായിരിക്കത്തില്ല, അവിടെ ഗ്യാപ്പ് വരും. എല്ലാവരുടെ അണ്ണന്മാരുടെ കാര്യം അത് തന്നെയാണ്, എൻ്റെ ഉൾപ്പെടെ. എന്താ കാര്യം? പെട്ടെന്നൊരു ചൈതന്യം കയറി നടക്കുന്ന ചില ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ. ഇപ്പം ഞാൻ തന്നെ, എനിക്കാണെങ്കിൽ കന്യ നമസ്കാരം ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഇത് നേരത്തെ ആകാമായിരുന്നല്ലേ. പക്ഷെ നേരത്തെ ആയില്ല, ഗ്യാപ്പ് വരുന്ന അവിടെ. അതാണ്. അപ്പം ഇതങ്ങനെയല്ല. സ്നേഹമുള്ളവന് നിരത ഉണ്ടാവും, ഗ്യാപ്പ് വരത്തില്ല. അപ്പം കുറച്ച് ആൾക്കാർ ആരംഭശൂരത്തും കൊണ്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ കൃത്യം വന്നുകൊണ്ടിരിക്കും. 2-3 ആഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരൻ വന്ന് വയ്യാവേലി വിളിച്ചുകൊണ്ട് പോയി നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിടണമെന്ന് നിനക്കത് മനസ്സിലായില്ല. പക്ഷെ ആ സമയത്ത് എന്ത് കൊണ്ടുവന്ന് വേണ്ടത്? നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഭയങ്കര വിജയമുണ്ടാവും. ഒക്കെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, കേൾക്കാം, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അല്ല ഇത് കേൾക്കണം, ഇത് കേട്ടേ പറയത്തുള്ളൂ, ഇത് ചെറിയൊരു മിഥ്യയുള്ളതെന്നൊക്കെ പറയുകയാണ്. നമ്മളെ തട്ടിക്കാൻ വേണ്ടി പിശാച് സ്നേഹത്തിൻ്റെ ചിറകിൽ ധരിച്ചൊരു എന്നെ കണ്ടില്ലേ? അതാണ് ഈശോ പറയണത്. ഇവനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ദൈവത്തോട് നമ്മൾ നേരത്തെ, ഞങ്ങളുടെ ഈ ഫീഡിങ് പ്രെയർ നല്ലതാണ്. ഞാൻ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ചെയ്യണ ഒറ്റക്ക്, നിങ്ങളുടെ കൂടെ ചെയ്യണ കാര്യങ്ങളില്ലേ, അതൊക്കെ മുമ്പ് ഒറ്റക്ക് ചെയ്യുന്ന കാര്യമുണ്ട്. എല്ലാ വിഷയവും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, പോകുന്ന വഴികൾ എല്ലാം ജപമാലയിൽ സമർപ്പിക്കും. ദൈവത്തിനേക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ കയറി വരുന്നവൻ പിശാചാണ്. അപ്പോഴും നമ്മൾ ജോബാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ നീതിമാനാണെങ്കിൽ ദൈവം പിശാച് പോകാൻ പറയും, നിനക്ക് അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ പിശാച് പറയും, ഞാൻ അപ്പോയിൻമെൻറ്റിന് വന്നതാണ്, അവനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പം പരീക്ഷിച്ചു, അവൻ്റെ ജീവൻ്റെ കൈവെക്കരുതെന്ന് പറയും. അപ്പം കണ്ടീഷൻ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത്. പിശാചിന് കണ്ടീഷൻ അപ്പോയിൻമെൻറ്റാണ് കൊടുക്കുന്നത്. കാര്യം എന്താണ്? ജോബിന് ദൈവമായിട്ട് അണ്ടർകറൻ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് സഹനങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധമാണ്. സഹനം ഉണ്ടെങ്കിൽ ബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല. സഹനം ഉണ്ടെങ്കിൽ ബന്ധം കൊടുകയല്ലേ വേണ്ടത്, കൊടുകയല്ല ചെയ്യണം സാധാരണ. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളല്ല ഒന്നാണിത്. അപ്പം ഇതേപോലെ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം, അതാണ് 60 മേനി 100 മേനി എന്ന് പറയുന്നത്. 100 മേനി കൊയ്യാൻ നോക്കണം. ഓക്കെ. എൻ്റെ പേര് ഏലിയാമ്മ കുഞ്ഞുമോൻ. ഞാൻ ചങ്ങനാശ്ശേരി വേരൂർ ഇടവക പള്ളിയിൽ നിന്ന് വരുന്നു.
ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ജൂലൈ 26 ഈ തിരുനടയിൽ കയറി സാക്ഷ്യം പറയാനുള്ള കൃപ തന്നതിനായി പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും കോടാനുകോടി നന്ദി. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾ 30 വർഷത്തോളം ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ റിസൈൻ ചെയ്ത് കൊറോണയ്ക്ക് ശേഷം റിസൈൻ ചെയ്ത് തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തരാനുള്ള അവസ്ഥയില്ലയെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നോളാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഗവൺമെൻറ്റിലായിരുന്നുകൊണ്ട് എൻ്റെ പൈസ 2 മാസത്തിനകം കിട്ടി. പക്ഷേ പുള്ളി പ്രൈവറ്റിൽ ഒരു ഒമാൻ കമ്പനിയിലായിരുന്നു. അപ്പം ആദ്യമൊക്കെ തരാമെന്ന് പറയുന്നതല്ലാതെ പിന്നീട് കംപ്ലീറ്റ്ലി അവർ നമ്മളുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നിർത്തുവാണ്. മെയിലിന് മറുപടി തരത്തില്ല, വാട്സാപ്പ് മെസ്സേജ് തരത്തില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. കംപ്ലീറ്റ് അവർ നമുക്ക് തരാതിരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, നമുക്ക് തരത്തില്ല. പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കമ്പനി നഷ്ടത്തിലാണെന്നും പലർക്കും ഒന്നും കൊടുക്കുന്നില്ലെന്നും പലരും കേസിന് പോകുന്നതൊക്കെ. അപ്പം നമ്മളിങ്ങ് തിരിച്ച് പോരുകയും ചെയ്തു, അവരുടെ വാക്ക് വിശ്വസിച്ച് തിരിച്ചു പോന്നു. പക്ഷേ നമുക്ക് കിട്ടുന്ന എങ്കിലും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ മനസ്സിലിരുന്ന് ആര് പറയുന്നുണ്ട് നിനക്ക് കിട്ടുമെന്ന്. ഞാൻ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് കിട്ടും, നമുക്ക് കിട്ടാതിരിക്കത്തില്ല എന്ന്. പക്ഷേ കുറേ നാളായിട്ട് പിന്നെ കംപ്ലീറ്റ്ലി നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് യാതൊരു സാധ്യതയില്ല എന്ന്. അപ്പോഴാണ് ഒരു അൺഎക്സ്പെക്റ്റഡായി ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, മസ്കറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോഴത്തേനും വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ തല ദിവസം തൊട്ട് എൻ്റെ മനസ്സിലിരുന്ന് മാതാവ് പറയുവാണ്, ആ പുള്ളിയോടൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ആ ബ്രദറിനോടൊന്ന് നമ്മുടെ ഇതാണ് കിട്ടിയില്ലെന്ന്. പുള്ളി പറഞ്ഞു എന്തിനാ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ നിർബന്ധിച്ചോട് പറഞ്ഞപ്പോൾ പുള്ളി ഒരു അഡ്വക്കേറ്റിൻ്റെ നമ്പർ തന്നു, ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു. നമ്മൾ അഡ്വക്കേറ്റിനെ വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു യാതൊരു കാരണവശാലും കിട്ടത്തില്ല, കാരണം നമ്മൾ പോന്നിട്ട് 3-4 വർഷത്തോളമായി, 1 വർഷത്തിനകം പിന്നെ നമ്മൾ ലീഗൽ ഇതിന് പോയില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ലെന്നും പറഞ്ഞ് അയാൾ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ബ്രദറിനോട് പറയും കിട്ടത്തില്ലെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം പുള്ളി വേറെ നമ്പർ തന്നു, റൊമാനിയ അഡ്വക്കേറ്റിന് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അയാളെ ഒന്ന് വിളിച്ച് നോക്കിയെന്ന്. നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി ചോദിച്ചു 2023 നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്കുണ്ടോ, ഒരു മെസ്സേജോ ഒരു ഇമെയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ല, നമ്മളത് കിട്ടത്തില്ല എന്നുള്ള നമ്മളത് നിർത്തിയായിരുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഒന്ന് നോക്കിക്കേ, മെയിലൊന്ന് സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ സെർച്ച് ചെയ്തപ്പം മെയിൽ ഒരെണ്ണം നമ്മൾ ഒരു മെസ്സേജ് അവർക്ക് ഒരു മെയിൽ വിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ എന്താണ് കിട്ടാത്തതെന്നുള്ള മട്ടിൽ. അപ്പം ഞങ്ങൾ അഡ്വക്കേറ്റിനോട് പുള്ളി പറഞ്ഞു അത് മതി, അത് വെച്ച് നമുക്ക് കയറാമെന്നും പറഞ്ഞു. അങ്ങനെ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു, നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടി. അങ്ങനെ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് ആ പൈസ കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. എല്ലാവരും ഇത് പറയുന്നതുകൊണ്ട് കിട്ടത്തില്ല എന്ന്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ബ്ലഡ് പോവും. അപ്പോൾ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്കറിയാം ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, ക്യാൻസർ എങ്ങാനും ആയിരിക്കുമോ. വരും, ഡോക്ടറെ കാണിക്കും, ആൻറ്റിബയോട്ടിക് എടുക്കുന്ന ആ ദിവസം തന്നെ അത് മാറിപ്പോവുകയും ചെയ്യും. പക്ഷേ ആ കണ്ടമാനം ബ്ലീഡിങ് ആണ്. അപ്പോൾ എന്താ ഇത്ര മാത്രം ബ്ലീഡിങ് എന്ന് ഡോക്ടർമാർ വരെ പറയുന്നുണ്ട്. പക്ഷേ അവധിക്ക് വരുമ്പോഴൊക്കെ കാണിക്കും, പിന്നെ നമുക്ക് നേരെയില്ല, എല്ലായിടത്തും ഓടി തണുത്തിട്ട് 1 മാസം കൊണ്ട് തിരിച്ചു പോകും. അങ്ങനെ ഒരു 16-17 വർഷം ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എനിക്കിത് സിവിയറായി. ഞാൻ പലയിടത്തും പുഷ്പഗിരിയിൽ, ചെത്തിപ്പുഴയിലൊക്കെ പലയിടത്തും കാണിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഒന്നും ഇവർ സീറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, പക്ഷേ യാതൊരു പ്രയോജനമില്ല. ലാസ്റ്റ് മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്കിത് വയ്യ, എങ്ങനെയെങ്കിലും അമ്മ ഇതൊന്ന് എന്താണ് ഇതിൻ്റെ കുഴപ്പമൊന്നും കാണിച്ചത്, എനിക്ക് മാരകമായിട്ടുള്ളതൊന്നും ഉണ്ടാകരുത്, എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞു. ഒരു ദിവസം ഇതുപോലെ തന്നെ വന്നു, കൂടുതലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒരു സർജൻ യൂറോളജിസ്റ്റിനെ കാണിച്ചു. പുള്ളി പറഞ്ഞു നമുക്ക് സിസ്റ്റോസ്കോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ക്യാൻസറാണ് മെയിൻ സാധ്യത, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ആകപ്പാടെ ഭയന്നു. പക്ഷേ ഞാൻ മാതാവിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ CT സ്കാൻ ചെയ്തു. ഒരു കുഴപ്പമില്ല. ഒരു ട്യൂബ്, നമ്മുടെ യൂറിറ്ററി ട്യൂബ് ചുരുങ്ങുന്നതുകൊണ്ടാണ്, അല്ല വേറെ ഒരു കുഴപ്പമില്ലയെന്ന്. പക്ഷേ 1 വർഷമായിട്ട് അതിന് ശേഷം എനിക്കിട്ട് വന്നിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞായിരുന്നു ഇനിയും വരാൻ സാധ്യതയുണ്ട്, പക്ഷേ വന്നിട്ടില്ല. പിന്നീട് എൻ്റെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് പിന്നീട് അത് വന്നിട്ടില്ല. പിന്നെ അടുത്തതായിട്ട് ഈ കഴിഞ്ഞ ജൂണിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു തേക്ക് മരത്തേൽ ഇടിമിന്നലേറ്റു. അതിശക്തമായിട്ടുള്ള ഇടിമിന്നലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ക്യാമറ സിസ്റ്റത്തിൽ പിടിച്ചിട്ട് അത് ഞങ്ങളുടെ വീട്ടിലുള്ള സകല ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക് ഐറ്റംസ് മുഴുവൻ ഡാമേജ് ആയിപ്പോയി. ഞങ്ങൾ 2 പേരും മാത്രമേ വീട്ടിലുള്ളൂ, പിള്ളേർ പുറത്താണ്. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ വലിയ തീകോളം ഇങ്ങനെ വരും. അപ്പം മേളിൽ നിന്ന് പലതും തെറിച്ച് കത്തി താഴോട്ട് വീഴുന്നു. ഞങ്ങളുടെ എല്ലാ സിസ്റ്റങ്ങളും തകരുക.
തീകോളം ഞങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നു. ഞാൻ ഓടിച്ചെന്ന് അമ്മയെ പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഞാൻ കാശുരൂപം എടുത്ത് കയ്യിൽ, ഞാൻ ചെറിയ കാശുര ഇട്ടേക്കുന്നത്, ഞാൻ കാശുരൂപം എൻ്റെ ബാഗിലെ വെക്കും, അല്ലെങ്കിൽ കിടക്കുന്ന കട്ടലിൻ്റെ അവിടെ വെക്കും. ഞാൻ കൈ കൊണ്ട് നടക്കത്തില്ല, എനിക്ക് പേടിയാണ് പോകുമെന്നുള്ളത്. ഇതിൽ അത്ര ഞാൻ പ്രഷ്യസാണ് എനിക്കത്. ഓടിച്ചെന്ന് അമ്മയുടെ കാശ് കൊടുത്ത് അമ്മയെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഞങ്ങൾ നിൽക്കുക. അപ്പം ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും സകലതും പോയി. പക്ഷേ ഞങ്ങളുടെ ജീവൻ ഒരാപത്തും ഇല്ലാതെ അമ്മ കാത്തു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് 40 വർഷമായിട്ട് ഞങ്ങളുടെ നിലം നികത്തിയ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അത് അന്ന് തൊട്ട് കരഭൂമിയായിട്ട് കിടക്കുവാണ്. പക്ഷേ ഇപ്പം പുതിയ നിയമം അനുസരിച്ച് അത് തരംമാറ്റൽ ഇതിലേക്ക് വിടണം. പിന്നെ അതിനൊക്കെ നൂലാമാലകളൊക്കെയാണ് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളിതൊക്കെ അറിയുന്നത്. 2.5-3 വർഷമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി, നമുക്കറിയാമല്ലോ നമ്മുടെ ഗവൺമെൻറ് ഓഫീസെല്ലാം കാര്യം, കയറി ഇറങ്ങി നടന്ന് ഞങ്ങൾ മടുത്തു. ഒന്നാമത് പുറത്തൊക്കെ ജോലി ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെയുള്ളൊരവസ്ഥ വളരെ ദുസ്സഹമാണ്. എന്നിട്ടും ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു, ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അവർ ഒത്തിരി നൂലാമാലകളാണ് അത് മാറ്റണമെങ്കിൽ. അവിടെ കുറേ ഏരിയ അങ്ങനെ ഉണ്ടെന്നും അതിന് റീസർവേ ചെയ്യണോ, അതാണിതാണ്. അപ്പോഴും പിന്നെ ഞാൻ മാതാവ് ഇത് എത്ര നാളായി ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്താണെന്ന്. പെട്ടെന്ന് ആ ഓഫീസർ മാറിയ ഒരു പുതിയ ഓഫീസർ വന്നു. ആ സെയിം പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെ വിതിൻ നോ ടൈം ഞങ്ങൾക്കത് കരഭൂമിയാക്കി സാങ്ഷനാക്കി കിട്ടി. അത് അമ്മയുടെ അനുഗ്രഹമൊന്നും മാത്രമാണ്. നമുക്കൊരു ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, നമുക്ക് ആരെ പിടിക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ അമ്മ മാതാവ് മാത്രമായിരുന്നു അവിടെ ഞങ്ങൾക്ക് സഹായത്തിനുണ്ടായിരുന്നത്. ഈ ഉടമ്പടി തൈല ഉപ്പ് വഴി ഞങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങളാണ്, കൃപകളുമാണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ഹീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി രോഗങ്ങളിൽ നിന്ന്, അലർജി രോഗം, അങ്ങനെയുള്ള പല രോഗങ്ങളിൽ നിന്ന് ഹീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോവും. അവരുടെ നഖം വെട്ടി കൊടുക്കുക, അവിടെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുക, കുളിപ്പിക്കാൻ സഹായിക്കുക, ഫുഡിൻ്റെ പാത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവരുമായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് എല്ലാ മാസവും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ആരൊക്കെ സഹായത്തിന് ചോദിച്ചാലും ഞങ്ങൾ സഹായം കൊടുക്കാറുണ്ട്. പിന്നെ പേപ്പർ കിട്ടിയാൽ ഞാനത് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചാൽ എല്ലായിടത്തും കൊണ്ട്, ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, എല്ലായിടത്തും കൊണ്ട് എല്ലാവർക്കും ഞാനത് പറഞ്ഞ് കൊടുക്കും. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഷെയിമായിരുന്നു കൊടുക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഒരു സ്റ്റാറ്റസുള്ള പുള്ളിയായിരുന്നു. പക്ഷേ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുമായിരുന്നു പേപ്പർ കൊടുക്കാൻ. ആദ്യം എടുത്തിട്ട് എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു, എളിമയില്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, പിടിവാശി. അപ്പം ഞാൻ ഇതൊന്നും കൊടുക്കാൻ പോകത്തില്ല. ആദ്യമൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. 3ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് ഞാൻ നന്നായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. അതിന് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പോകും, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നീട് ഞാൻ തന്നെ പോയി എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരും അപ്പം വളരെ സ്വാഗതമായിട്ട് വളരെ നന്നായിട്ടാണ് അവരൊക്കെ മേടിക്കുന്നത്, വളരെ ഹാപ്പി ആയിട്ട്. ആദ്യമൊക്കെ വേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് അതൊരു നാണക്കേടായില്ല, എല്ലാവർക്കും ഞാൻ കൊടുക്കും. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് മാതാവ് തന്നിട്ടുണ്ട്. ഈ ഉടമ്പടിയോട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾ നയിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിക്കൊണ്ട് പിന്നെ കടവുള്ള ദിവസങ്ങളിൽ പോകും. ഒന്നല്ലാതെ പ്രത്യേകിച്ചും പുറത്തൊക്കെ ആയതുകൊണ്ടും ജോലിയൊക്കെ ആവും, പിന്നെ മടിയാണ്, പലതിനും പോകാൻ മടിയാണ്. ഒരു നെയിം സേക്കിന് വേണ്ടിയൊക്കെ പോകും എന്നുള്ളതല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ ഒരിക്കലും മടക്കത്തില്ല. ദിവസങ്ങളിൽ പോകുന്നിടത്തോളം പറ്റുന്നിടത്തെല്ലാം ഞാൻ കുർബാന ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എനിക്കിഷ്ടമില്ല, ഞാൻ പോകും. കുർബാന കൂടാമല്ലോ എന്ന് ഓർത്ത് വളരെ ഭക്തിയോടുകൂടി ഹൃദയപൂർവ്വം എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. കണ്ണീര് അടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ കുർബാനയിൽ സംബന്ധിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്. ബൈബിള് എല്ലാ ദിവസവും ഞാൻ 1/2 മണിക്കൂർ അത് കൂടുതലും വായിക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മടക്കത്തില്ല. ഞങ്ങൾ വിശുദ്ധ തൈലം പുരട്ടാതെ എങ്ങും ഇറങ്ങത്തില്ല. ഞങ്ങൾ കാശുരൂപം കൊണ്ട് എവിടെയും പോകും. ഈ കാശുരൂപത്തിൻ്റെ ശക്തി അത്യപൂർവമാണ്. ഞങ്ങളെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അമ്മ മാതാവില്ലാതെ എനിക്കിപ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്ത് ഉപേക്ഷിക്കാം, പക്ഷേ അമ്മ മാതാവിൻ്റെ കാശുരൂപമില്ലാതെ ഞാൻ എങ്ങും പോകത്തില്ല. എനിക്ക് എന്തോ നഷ്ടപ്പെട്ട മാതിരിയാണ് അതെടുക്കാൻ പറന്നു പോയാൽ. അത്രയ്ക്ക് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാശുരൂപമാണ്. അങ്ങനെ ഞങ്ങളെ ഒത്തിരി സാഹചര്യം. എൻ്റെ മോനും ഇതുപോലെ തന്നെ ഞാൻ കാശുരൂപവും കൊന്തയെല്ലാം കൊടുത്താൽ വിട്ടേക്കുന്നത്. ഞാൻ അതുകൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ. അങ്ങനെ എല്ലാവിധ കൃപകൾക്കും അമ്മ മാതാവും ഈശോനാഥനും ചെയ്ത എല്ലാ കൃപകൾക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അമ്മ എനിക്ക് സുഗന്ധാഭിഷേകം പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ വന്നപ്പോഴും നന്നായിട്ട് സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ ഓർക്കും ഇത് ഇവിടുന്ന് ഈ മുല്ലപ്പൂവിൻ്റെ മണം, എനിക്ക് പെട്ടെന്ന് ഇത് പിടി കിട്ടിയില്ല. പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ വരുന്നുണ്ടോ, ഇല്ലയെന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി സുഗന്ധാഭിഷേകമാണ്. അങ്ങനെ ഇതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മ മാതാവ് സ്വപ്നത്തിൽ വന്നു, നീല തീയിൽ അമ്മ യഥാർത്ഥ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കിടന്നു, അയ്യോ എല്ലാവരും വിട്ടുകൂത്തതേ അമ്മ വന്നിരിക്കുന്നു പറഞ്ഞ് ഞാൻ സ്ക്രീൻ ചെയ്തു. പിന്നെ എൻ്റെ തിരി, പച്ചത്തിരിയും നീലത്തിരിയും കത്തുമ്പം മേളിലേക്ക് അമ്മയുടെ രൂപം
വരും, ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് വരും. കുറേ ദിവസം നിൽക്കും. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാച്ചു ആയിട്ട് നിൽക്കും, പിന്നെ തനിയെ അത് പോകും. പിന്നെ ഒരു പ്രാവശ്യം ഞാനതെടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ എൻ്റെ ഫോണിലെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. പല പ്രാവശ്യം അങ്ങനെ വരാറുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ കാര്യം, പക്ഷേ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സാക്ഷി വേണം എന്നാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചാലും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പല പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മ എല്ലാ കൃപകൾക്കും കോടാനുകോടി നന്ദി. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിജു കാശപ്പള്ളി. ഞാൻ അങ്കമാലിക്കടുത്ത് ചമ്പന്നൂർ സെൻറ്റ് റീത്താസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ മാനസാന്തരത്തിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ കുടുംബം ഇവിടെ ആയിരിക്കുന്നത്. 2023 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം, ഒരു പ്രധാന സാഹചര്യം 2020-21 കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ, എൻ്റെ ചേച്ചിയും കുടുംബവും അയർലൻഡിലാണ്, ഞാനും എൻ്റെ കുടുംബവും സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്. ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കോൺവെർസേഷൻ, ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സംഭാഷണം അവസാനിക്കുന്നത് അപ്പച്ചൻ്റെ ആത്മീയവും ഭൗതികവുമായൊരു മാറ്റത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ അവസാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വന്ന് ഇവിടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതും. ഓഗസ്റ്റ് മാസം ഞാൻ ഉടമ്പടി വെച്ചു. ഞാനും ചേച്ചിയും സംസാരിച്ച്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പച്ചൻ ഒരു കാമൻ കോയറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ ശാന്ത സ്വഭാവമാണ്. പക്ഷേ പെട്ടെന്ന് ദേഷ്യം വരും. ഷോർട്ട് ടെമ്പേർഡാണ് ചില സമയത്ത്. അതുപോലെ തന്നെ ചില പിടിവാശികളുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ടി വിക്ക് അഡിക്റ്റഡ് ആയിരുന്നു. അപ്പച്ചൻ പള്ളിയിൽ പോകാൻ, കൊറോണയ്ക്ക് ശേഷം പള്ളിയിൽ പോകാൻ കുറച്ച് മടിയായിരുന്നു. അതുപോലെ തന്നെ അപ്പച്ചന് തണുപ്പ് വേണം, അമ്മച്ചിക്ക് തണുപ്പ് വേണ്ട. അപ്പോൾ ഒരാൾക്ക് എ സി വേണ്ട, ഒരാൾക്ക് എ സി വേണം. രണ്ടുപേരും 2 മുറിയിലാണ് കിടക്കുന്നത്. അങ്ങനെ ഇതിനെല്ലാത്തിനും എനിക്ക് ഒരു പരിഹാരം വേണം, ഒരു സൊല്യൂഷൻ വേണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ 6 നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതുന്നത്. ആ നിയോഗം എഴുതി, സ്നേഹമുള്ളവരെ, 4-ാമത്തെ മാസം മുതൽ അപ്പച്ചനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അമ്മച്ചി വിളിച്ച് പറയും അപ്പച്ചൻ്റെ ഓരോ കാര്യങ്ങൾ. ഞങ്ങളുടെ വീടിനടുത്ത് വിൻസെൻഷൻ സഭയുടെ ഹൗസുണ്ട്, അവിടെ വൈദികരുണ്ട്. അപ്പച്ചൻ അവിടെ പോയി കുമ്പസാരിക്കുന്നു. ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് കുർബാന, നൊവേനയുണ്ട്, ആരാധനയുണ്ട്. അപ്പച്ചൻ അതിൽ പങ്കെടുക്കുന്നു. ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് കുടുംബത്തിന് വളരെയധികം സന്തോഷമായി. ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം പറഞ്ഞു, കൃപാസന മാതാവ് ഇടപെട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ ഒരു സെൻറ്റൻസും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തു ഞങ്ങളുടെ കോൺവെർസേഷനിൽ. ജോസഫ് അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ മിക്കപ്പോഴും പറയുന്നതാണ്, മാതാവ് ഇടപെട്ട് തുടങ്ങിയോ അടുത്തതായി വരുന്നത് ഒരു വലിയ വേദനയായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിച്ചു. അപ്പച്ചനിൽ ഈ മാറ്റങ്ങൾ വരുന്നത് 2024 ഫെബ്രുവരി മാസത്തിലാണ്. 2024 മാർച്ച് മാസം 22-ാം തീയതി അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് അപ്പച്ചൻ എന്നെയും ചേച്ചീനെ അന്വേഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഓരോ മുറികളിൽ കയറിയിട്ട് കബോർഡുകൾ തുറന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കലും കാണാത്ത ഒരു പെരുമാറ്റ രീതി. പിറ്റേ ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റും ചെയ്തു. അവസാനം CT സ്കാൻ ചെയ്തു. ഡോക്ടർ കൺഫേം ചെയ്തു അപ്പച്ചന് മൈൽഡ് സ്ട്രോക്കാണ്. ഈ ന്യൂസ് അപ്പം തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഓഫീസിലാണ് ഇരിക്കുന്നത്. ഞാൻ ഓഫീസിൽ നിന്ന് പയ്യെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലൊരു കൃപാസന മാതാവിൻ്റെ സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിന്നു. സാധാരണ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് പരാതികളായിട്ട്. പക്ഷേ ഈ തവണ പരാതിയൊന്നും പറഞ്ഞില്ല. കൃപാസന മാതാവിൻ്റെ ആ സ്റ്റാച്യുവിൻ്റെ മുൻപിൽ ഞാൻ പോയി നിന്നു. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അപ്പച്ചനിലെ ആത്മീയവും ഭൗതികവുമായ കുറച്ച് മാറ്റങ്ങൾക്ക് വേണ്ടി അമ്മയുടെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ആയിട്ട് ഞാൻ എഴുതി. അമ്മ ഒരു സ്ട്രോക്കിലൂടെയാണ് എൻ്റെ അപ്പൻ്റെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഉടമ്പടി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്.
അന്ന് തന്നെ പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 ദിവസം ഇവിടെ ലിറ്റിൽ LF ഹോസ്പിറ്റലിൽ അങ്കമാലിൽ 6 ദിവസം ഇവിടെ അപ്പച്ചൻ കിടക്കണം. നിങ്ങൾ 6-ാം ദിവസം അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്യുന്നത് കണ്ടു വന്നാൽ മതി. അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. കാരണം അപ്പച്ചൻ ഇത്തിരി വയലൻ്റ് ആ ബിഹേവിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഈ സ്ട്രോക്ക് വന്നത് ബ്രെയിനിൽ സ്റ്റെമ്മും തലാമസ് എന്ന് പറഞ്ഞ 2 ഏരിയയിലാണ്. അതൊന്ന് മെമ്മറീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് അപ്പച്ചൻ ആ വയലൻ്റ് ബിഹേവിയറിലേക്ക് പോകുന്നത്. ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്തു. അപ്പച്ചനെ 6-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. അപ്പച്ചൻ വീട്ടിലേക്ക് വരുന്നത് ഒരു പെസഹ വ്യാഴാഴ്ച. അന്ന് വൈകുന്നേരം ഞാനും എത്തി. ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും അപ്പച്ചൻ ശാന്തനായിരുന്നു. പക്ഷേ ഈസ്റ്റർ ഞായർ പിറ്റേ ദിവസം തിങ്കളാഴ്ചയും രാത്രിയും പകലും അപ്പച്ചൻ 1 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. 1 മിനിറ്റ് പോലും ഉറങ്ങാതെ ആയിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്തും പ്രതീക്ഷിച്ച് പോയാൽ മതി. അന്ന് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം 5 മണി ആയപ്പോഴേക്കും അപ്പച്ചൻ്റെ ബിഹേവിയർ ടോട്ടലി ചേഞ്ചായി. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പച്ചനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. 20 ദിവസത്തോളം അപ്പച്ചൻ അവിടെ കിടന്നു. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 20 വരെ. ആ ദിവസങ്ങളിലെല്ലാം പല വ്യക്തികളും, ബന്ധുക്കളുണ്ട്, ഫ്രണ്ട്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, പലരും വന്ന് അപ്പച്ചനെ കാണുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന്. അവരെല്ലാവരും ഓരോന്ന് പറയേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് പോകുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ അവരുടെ അടുത്ത് മറുതലിക്കാനോ അല്ലെങ്കിൽ വിപരീതം പറയാനോ നിന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ. ഞാൻ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. ആ ഉടമ്പടിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഇതൊരു പരീക്ഷണോ. ഈ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാകൂ. അതാ ഞാൻ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. 4 ഡോക്ടേഴ്സ് അപ്പച്ചനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ന്യൂറോ ഉണ്ട്, ജനറൽ മെഡിസിൻ ഉണ്ട്, സ്കിന്നിൻ്റെ ഒരു ഡോക്ടറുണ്ട്, പിന്നെ സൈക്കാട്രി ഉണ്ട്. സൈക്കാട്രി ജോസഫ് ഡോക്ടറാണ്. ആ ഡോക്ടർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നിൻ്റെ അപ്പന് മാനസികമായിട്ടൊന്നുമില്ല, പക്ഷേ ഈ ബ്ലീഡിങ് വന്നതുകൊണ്ട് അത് പോകുന്നവരെയും ഈ ഒരു ബിഹേവിയർ അത് നമ്മൾ കൺട്രോൾ ചെയ്തേ മതിയാകൂ. അപ്പോൾ അപ്പച്ചനെ ശാന്തനാക്കാനായിട്ട് ക്യുറ്റിപ്പിൻ എന്ന് പറഞ്ഞൊരു മെഡിസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം ഞാൻ അവിടെ സ്വിറ്റ്സർലൻഡിലേക്ക് വിടും. അവിടെ കുറച്ച് ഡോക്ടേഴ്സായിട്ട് പരിചയമുണ്ട്. അവരും അത് കൺഫേം ചെയ്ത് എനിക്ക് തരുന്നുണ്ട്. പക്ഷേ എൻ്റെ സംശയം കൊണ്ടാണ് ഞാനതൊക്കെ വിടുന്നത്. ഞാനിവിടെ അടിയുറച്ച് തന്നെ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. ആ നിമിഷങ്ങളിൽ എനിക്ക് തോന്നുന്നത് സൈക്കാട്രി ഡോക്ടർ പറഞ്ഞു ഒരു 25 മില്ലിഗ്രാം ഈ ക്യുറ്റിപ്പനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 ദിവസം കൊടുത്തു. 1 മിനിറ്റ് പോലും അപ്പച്ചൻ ഉറങ്ങില്ല. അപ്പച്ചൻ ഓരോ മുറികളിലും കയറും, കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടക്കും. രാത്രിയും പകലും അപ്പച്ചൻ ഉറങ്ങുന്നില്ല. പിറ്റേ ദിവസം 50 ഡോസാക്കി. എന്നിട്ടും ഒരു അനക്കമില്ല. അത് 75ആയി, 100ആയി, 125ആയി, 150ആയി, 200 മില്ലിഗ്രാമായി. അവസാനം ഡോക്ടർ തന്നെ സങ്കടമായി. ഇനി എന്താ ചെയ്യുന്നത്? ഇതെന്താ നിൻ്റെ അപ്പൻ ഉറങ്ങാത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സാധാരണ 25 മില്ലിഗ്രാം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ സംസാരത്തിൽ നിന്ന് ഇനി ഇവിടെ ആളെ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വേണമെങ്കിൽ പൊയ്ക്കോ എന്നുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാവും വൈകിട്ട്. ഞങ്ങളൊരു ഡബിൾ റൂമാണ്. അവിടെ അമ്മച്ചിയുണ്ട്, ഞാനൊരു ബെഡിലാണ്. അവിടെ ഇരുന്നാണ് കുടുംബ പ്രാർത്ഥനയും ആ കുടുംബ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാതാവിനോടുള്ള കൊന്തയും ഇതെല്ലാം ഞങ്ങൾ ചൊല്ലിക്കൂട്ടുന്നത്. അപ്പച്ചൻ കിടക്കുന്നുണ്ട്, അപ്പച്ചൻ ഉറങ്ങുന്നില്ല. ഞാനും കിടക്കുന്നുണ്ട്. അപ്പച്ചൻ ഇടതുവശത്താണ് കിടക്കുന്നത്, ഞാൻ വലതുവശത്താണ് കിടക്കുന്നത്, അപ്പുറത്തൊരു സിംഗിൾ ബെഡിൽ. ഞാൻ കിടക്കുന്ന ഭിത്തിയുടെ മുകളിലായിട്ട് ഒരു ക്രൂശിത രൂപമുണ്ട്. അപ്പം ഞാൻ എന്ത് വേദന ജീവിതത്തിൽ വന്നാലും സഹനം വന്നാലും കൊന്തയെടുക്കും. ആ കൊന്തയിൽ ഈ കൃപാസന മാതാവിൻ്റെ മെഡലുണ്ട്. ഓരോ വേദന ഇങ്ങനെ മുറുകി വരുമ്പോഴും മുറുക്കം കൂടും. ഞാൻ കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് ആ ക്രൂശിത രൂപത്തിൽ നോക്കിയിട്ട്. എന്നിട്ട് മാതാവിനെ നോക്കിയിട്ട് മാതാവിനോട് പറയുന്നുണ്ട്, അമ്മയുടെ നടയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതാ. അമ്മ ഗാഗുൽത്താമലയിൽ മരക്കുരിശിൽ 3 ആണികളിൽ നിൻ്റെ ആ മകൻ തൂങ്ങിക്കിടന്നപ്പോൾ ആ കുരിശിന് ചുവട്ടിൽ നീ ഉണ്ടായിരുന്നു. ഇന്ന് അതേ കുരിശിൻ്റെ ചുവട്ടിൽ ഞാനും എൻ്റെ അപ്പനും കിടപ്പുണ്ട്. അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം, അമ്മ ഇടപെടണം, അമ്മ ഒന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് 14 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ജോലിയുണ്ട്, ആ ജോലി അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. 14ാമത്തെ ദിവസം അന്ന് രാത്രി എനിക്ക് തോന്നുന്നു ഒരു 9:30 ആയപ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയപ്പോൾ ഒരു വചനമാണ് എൻ്റെ ചെവികളിൽ വന്ന് അടിക്കുന്നത്. ആ വചനം യെശയ്യാ 30:19. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിൻ്റെ ഗുരു നിന്നിന്ന് മറഞ്ഞിരിക്കുകയില്ല.
നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നീന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ആ വചനം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ എഴുന്നേറ്റു. അപ്പച്ചൻ ഉറങ്ങിയോ നോക്കി, ഉറങ്ങിയിട്ടില്ല. നേരെ കണ്ണും തുറന്ന് കിടക്കുക. കാരണം അപ്പം തന്നെ എഴുന്നേറ്റ് ആൾ പോവും. ആ രീതിയിലാണ്. ആ വചനം കിട്ടി. പിറ്റേ ദിവസം ഡോക്ടേഴ്സ് വന്നു. അവർ ചോദിച്ചു, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താ, നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത്? ഞാൻ പറഞ്ഞു 2 ദിവസം കൂടി എനിക്ക് വേണം. ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടേ ഈ 2 ദിവസം ചോദിക്കുന്നത്. ഈ 2 ദിവസത്തിനുള്ളിൽ മാതാവ് എന്തെങ്കിലും എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്തൊരു ഗൈഡൻസ് തരുമെന്ന്. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നു. ഞാനൊന്നും മയങ്ങിപ്പോകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം, പരിശുദ്ധ കൃപാസന മാതാവ് എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു സെൻറ്റൻസാണ് എൻ്റെ ചെവിട്ടിലേക്ക് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ. നിനക്കൊരു വൈദികനെ വേണം, ഡെലിവറൻസ് പ്രയർ നടത്തുന്ന ഒരു വൈദികനെ വേണം. ഈ 2 സെൻറ്റൻസാണ് കിട്ടുന്നത്. പിറ്റേ ദിവസം ഡോക്ടേഴ്സ് വന്നു. ഞാൻ പറഞ്ഞു, നാളെ ഞങ്ങൾ ഡിസ്ചാർജ് ആയിക്കോളാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വൈദികനെയും കണ്ടെത്തി. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നു. അപ്പച്ചൻ ആ വയലൻറ്റ് ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യുന്നു. അന്ന് രാത്രി എൻ്റെ പെങ്ങളും വന്നു. ഞങ്ങൾ 2 പേരും ഉണ്ട്. അപ്പച്ചനെ അവർ 2 പേരും ഒരു മുറി കയറി, അമ്മച്ചിയും പെങ്ങളും ഒരു മുറി കയറി വാതിലടച്ചു. കാരണം പേടിയായിട്ട്. ഞാനവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അന്ന് രാത്രി പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ വൈദികൻ വന്നു. വൈദികൻ ഒരു ഡെലിവറൻസ് പ്രയർ നടത്തി. വൈദികൻ പോയി. അന്ന് രാത്രി മുതൽ 200 മില്ലിഗ്രാം ക്വിറ്റിപ്പിൻ കഴിച്ചിട്ടും ഉറങ്ങാത്ത എൻ്റെ അപ്പച്ചൻ ഉറങ്ങാൻ തുടങ്ങി. അതിന് 4 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ കൃപാസനത്തിൽ അപ്പച്ചൻ്റെ ഫോട്ടോയുമായിട്ട് വന്നു. ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോയുമായി ഞാനിവിടെ കയറി വരുന്ന ആ സമയം എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു ഇവിടെ വെച്ച്. ഞാൻ പലരെയും നോക്കി, ആരുമില്ല. അപ്പോൾ മാതാവ് കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്നും കൂടി ഉറപ്പിച്ചു. ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഫോട്ടോ അച്ഛൻ സൈത്ത് പൂശി മാതാവിൻ്റെ അടുത്ത് കാണിച്ച് അച്ഛൻ അത് വെഞ്ചിരിച്ച് അത് ബ്ലെസ് ചെയ്ത് തന്നു. എന്നിട്ട് അച്ഛനൊന്ന് പുഞ്ചിരിച്ചു. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പക്ഷെ അച്ഛൻ്റെ ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി, നീ പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ അപ്പച്ചൻ്റെ ആ വയലൻറ്റ് ബിഹേവിയർ മാറാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അന്ന് അപ്പച്ചനെയും കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ ഈ ആൾത്താരയിൽ ഇരുത്തി നിന്ന് അപ്പച്ചനെ ജോസഫ് അച്ഛൻ ബ്ലെസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പച്ചൻ്റെ അസുഖം പൂർണ്ണമായിട്ടും എല്ലാ അസുഖങ്ങളും അപ്പച്ചന് മാറിക്കിട്ടി. ഇപ്പോൾ ചെറുതായിട്ടൊരു ഓർമ്മക്കുറവുണ്ട്, ചെറിയ. അത് ചില സമയത്ത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ പരിശുദ്ധ അമ്മയുടെ നടയിൽ ഒരു ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം അപ്പച്ചന് വേണ്ടി എഴുതി. അമ്മ അത് മാറ്റിയെടുക്കാൻ കണ്ടത് ഒരു മൈൽഡ് സ്ട്രോക്കാണ്. ആ മൈൽഡ് സ്ട്രോക്കിലൂടെ എല്ലാം മാറിക്കിട്ടി എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും മിക്ക ദിവസവും അപ്പച്ചൻ പള്ളിയിൽ പോവും. അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ പോവും. അതുപോലെ തന്നെ TV ഓൺ ചെയ്ത് അവിടെ ഇട്ടുണ്ടെങ്കിൽ പോലും ആ വഴിക്ക് നടന്നു പോകും, അല്ലാണ്ട് ആ വഴിക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അതുകൂടാതെ ഇവർ 2 പേരും 2 മുറിയിലാണ്. കാരണം ഈ AC-യുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഇന്ന് 2 പേരും ഒരു മുറിയിലാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യം എൻ്റെ മകനാ. എനിക്ക് 3 കുട്ടികളാണ്. അവൻ ചെറുപ്പത്തിലേ മുതൽ അവന് ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യാനും അതുപോലെ സെൻറ്റൻസുകൾ പറയാനും കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ 2-ാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഈ ഒരു കാര്യമോ, മകൻ്റെ കാര്യമോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ എല്ലാവരുടെയും നെറ്റിയിൽ ഉടമ്പടി തൈലം പൂശിക്കൊടുക്കും. അതുപോലെ തന്നെ തേനും ഉപ്പും കൊടുക്കും. പക്ഷേ ഇവൻ്റെ നാവിൽ മാത്രം ഞാൻ ആ തൈലം കുരിശാകൃതിയിൽ കുരിശായി വരച്ചിട്ട് പറയും, അമ്മ ഇവൻ്റെ നാവിൻ്റെ കെട്ടഴിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അത്രയും ചെയ്തോളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് ഒരുപാട് ഇമ്പ്രൂവ് ആയി ആൾ. ഇനിയും പൂർണ്ണമായിട്ടും അമ്മ മാതാവ് സൗഖ്യം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളിവിടുന്ന് പത്രം കൊണ്ടുപോകും. ജർമ്മനും ഇംഗ്ലീഷും മലയാളവും കൊണ്ടുപോകാറ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഓരോ വീടുകളിലും പോകാറ്. ഭാര്യ ഉണ്ടാവും, 3 മക്കളും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ പത്രം കൊടുക്കാറ്. ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോകാറുണ്ട്. അത് എല്ലാ മക്കൾക്കും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നേഴ്സുമാരെ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, പഠിപ്പിക്കുന്നുണ്ട് കുറേ നേഴ്സുമാരെ. അതുപോലെ തന്നെ ഡയാലിസിസ് കുറച്ച് പേഷ്യൻസിനും അതുപോലെ ക്യാൻസർ പേഷ്യൻസിനും അങ്ങനെ ചാരിറ്റി പോലെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ എനിക്ക് ചെയ്യാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത്
ബൈബിൾ വായിക്കുന്ന കാര്യം ഇതെല്ലാം ആഴപ്പെട്ടു പോയി. ഒരു അരമണിക്കൂർ ആദ്യമൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അത് നീണ്ടുപോകാൻ തുടങ്ങി, നമ്മൾ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായിട്ടും ഞാൻ ചെയ്യുന്നൊരു കാര്യം ആത്മാക്കൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സ്വിറ്റ്സർലൻഡിൽ 2 അച്ഛന്മാരെ കണ്ടുപിടിച്ചു. അവിടെ പഠിക്കാൻ വരുന്ന അച്ഛന്മാരുണ്ട് PhD ചെയ്യാനായിട്ട്. ആ വൈദികരോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുർബാന പണം തരാം. എനിക്ക് 4-5 ദിവസം 5 കുർബാന മിനിമം ഒരാഴ്ചയിൽ എനിക്ക് നിങ്ങൾ ചെല്ലണം. അങ്ങനെ മൊത്തം 10 കുർബാന. ഈ 10 കുർബാന നിങ്ങൾ ചെല്ലുക. ഞാൻ ആ ദിവസം അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും അവർക്ക്. അതിൻ്റെ ഇൻറ്റൻഷനും എഴുതും. ആ ഇൻറ്റൻഷൻ ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ചില സമയത്ത് ആ ഇൻറ്റൻഷൻ മാറും. ഇപ്പോൾ ഈ അഹമ്മദാബാദിലൊരു ഫ്ലൈറ്റ് വീണു, അപ്പോൾ 260 പേര് ആ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ആ ആഴ്ചയിലത്തെ കുർബാന കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അന്നത്തെ കുർബാന ഞാൻ കാണുകയും ചെയ്യും. ഉപവസിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇതാണ് കാരുണ്യ പ്രവൃത്തികളായിട്ടും ചെയ്യുന്നത്. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകോടി ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിന് അമ്മയോടും തിരുക്കുമാറിനോടും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഹേമ. ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. 2023 ജൂലൈ 5-ാം തീയതിയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഖത്തറിൽ അധ്യാപികയായിട്ട് ജോലി നോക്കുകയാണ്. ഞാൻ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട് കൃപാസന മാതാവിനെ കുറിച്ചും എല്ലാം. പക്ഷെ ആദ്യകാലങ്ങളിലൊന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. മാതാവിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, എന്നാലും കൃപാസന മാതാവ് എന്ന് കേട്ടിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അമ്മയാണ് എനിക്കതിനെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നതും. സാക്ഷ്യങ്ങൾ നീ കേൾക്ക് എന്ന് പറഞ്ഞ് സാക്ഷ്യങ്ങൾ ഒരുപാട് എന്നെ കേൾപ്പിച്ച് അമ്മയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകന് ലഭിച്ച ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ടാണ്. കൊറോണ കാലത്തോടു കൂടി ഞാനിവിടെ ഇല്ല, എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല. ഞങ്ങൾ 2 പേരും ഖത്തറിലാണ്. മോൻ അമ്മയുടെയും ചാച്ചൻ്റെയും കൂടെയാണ്. പക്ഷേ കൊറോണ കാലത്തോടു കൂടി ഇവൻ്റെ വിദ്യാഭ്യാസത്തിൽ മൊത്തം തടസ്സമാണ്. കുഞ്ഞിന് പഠിക്കാനുള്ള താല്പര്യമില്ല, എല്ലാത്തിലും തോൽവി. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മ ഉടമ്പടി എടുത്തു. ആദ്യം ആ ഉടമ്പടി സാക്ഷ്യത്തിൽ അമ്മ ഒരു ഉടമ്പടി വെച്ചു. ഇവന് വിസയൊന്ന് റെഡിയായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി ഞങ്ങൾ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിസ റെഡിയാവുകയും 2022 എനിക്കിവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നീട് അവിടെ എൻ്റെ അടുത്തായിരുന്നു നിന്ന് പഠിച്ചതെല്ലാം. എൻ്റെ തന്നെ സ്കൂളിൽ അവനെ ചേർത്തു. പക്ഷേ അവിടെ ചെന്നപ്പോഴും ഇവന് ഈ പഠിക്കാൻ ഒരു ടെസ്റ്റുണ്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്. ആ ടെസ്റ്റിൽ വളരെ മാർക്ക് കുറവായതുകൊണ്ട് എന്നോട് അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞു, സാധ്യമല്ല, 10ാം ക്ലാസ്സാണ് അഡ്മിഷൻ, സാധ്യമല്ല, ഞങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല, സ്കൂളിന് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അമ്മയെ വിളിച്ചു. അമ്മ ഇങ്ങനെയാണ് പറയണത്, എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഇവന് ഞാൻ തിരിച്ചു വിടേണ്ടി വന്നാൽ വീണ്ടും എനിക്ക് തോന്നുന്നില്ല ഇവൻ 10ാം ക്ലാസ് പാസ്സാകുമെന്ന്. അമ്മ പ്രാർത്ഥിച്ചു. ഞാനും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനം എൻ്റെ ഒരു വൈസ് പ്രിൻസിപ്പൾ ഒരു സാറുണ്ടായിരുന്നു. സാറ് പറഞ്ഞു ഹേമൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. അവസാനം ഒരു അണ്ടർടേക്കിംഗ് എടുത്ത് അതിൻ്റെ ഫലമായിട്ടാണ് ഇവന് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. എന്നിട്ട് അവർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, മാർക്ക് കുറവാണെങ്കിൽ ബോർഡ് എക്സാമിന് ഇരുത്തുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്, സ്കൂളിൻ്റെ പേര് കളയാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവ് മാത്രമേ ഒരു രക്ഷയുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്നും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹം വിഷമിക്കുമെന്ന് ഓർത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ തന്നെ സ്കൂളായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അമ്മയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്ത് ഞങ്ങൾ 2 പേരും മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങി. മാതാവിൻ്റെ കൃപയാൽ 10ാം ക്ലാസ്സിൽ അവന് 78% മാർക്കോടുകൂടി CBSE 10ാം ക്ലാസ് പാസ്സാകാൻ സാധിച്ചു. വീണ്ടും അവന് അവിടെ തന്നെ ഹ്യൂമാനിറ്റീസിൽ അഡ്മിഷൻ ലഭിച്ചു. പിന്നീട് +2ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുവാണ്. അവന് പഠിക്കാൻ പറ്റുന്നില്ല, മറ്റ് വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. സൈക്കോളജി എന്ന് പറയുന്ന വിഷയം ഒരു രീതിയിലും കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതൊരു പുതിയ സബ്ജക്റ്റാണ് അവന്.
ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ഞാൻ അവിടുത്തെ അധ്യാപകരോടെല്ലാം സംസാരിച്ചു. പക്ഷേ ഇവനെ പഠിപ്പിച്ച അധ്യാപകൻ കുറച്ച് ശബ്ദങ്ങൾ ഇവർക്ക് കുട്ടികളിൽ ക്ലാസ്സിൽ വന്ന കുറച്ച് വാക്കുകൾ, കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞു. ഞാനും ഒരു അധ്യാപികയാണ്. ഞാൻ അദ്ദേഹത്തോട് പോയി സംസാരിച്ചു. സാറേ, ഇങ്ങനൊരു വാക്ക് കുട്ടിയെ, നീ എന്തിനാണ് പഠിക്കുന്നത്, നീ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക്? ലാസ്റ്റ് ഹിന്ദിയിലാണ്, ഹിന്ദി നോർത്ത് ഇന്ത്യൻ അധ്യാപകനാണ്, അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോന് ഹിന്ദി നന്നായിട്ട് മനസ്സിലാകും. ഞാൻ ബസ്സിൽ ഉച്ചയ്ക്ക് വരുമ്പോൾ, ബസ്സിൽ വന്ന് കയറുമ്പോൾ ഞങ്ങൾക്ക് 1:30 ക്ലാസ് കഴിയും. അവിടെ കാണുന്ന ഈ കുഞ്ഞിരുന്ന് ബസ്സിലിരുന്ന് കരയുക. അപ്പോൾ ഞാൻ ചുമ്മാ എന്താ പറ്റുക? അപ്പോൾ അമ്മ, ഞാൻ ഇനി സൈക്കോളജി പഠിക്കില്ല, ഞാൻ നിർത്തി, എനിക്ക് പറ്റില്ല. സാറ് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബുക്ക് മാറ്റി വെച്ച്, ഒരു കാരണവശാലും ഈ കുട്ടി ആ വിഷയം പഠിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അമ്മയല്ലാതെ വേറൊരു ആശ്രയമില്ല. മുട്ടുകുത്തി നിന്ന് ഞാൻ അമ്മയോടും പറഞ്ഞു, അമ്മേ, മാതാവ് കനിഞ്ഞാലല്ലാണ്ട് ഇനി ഇവൻ +2 പാസ്സാവില്ല അമ്മ, എനിക്ക് ഉറപ്പാണ്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. അമ്മയോട് മുട്ടിപ്പായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവനിലേക്ക് ആദ്യം വിശ്വാസം ഒന്ന് വന്നിരുന്നെങ്കിൽ, മാതാവിലൊരു വിശ്വാസം വന്നാൽ എൻ്റെ കുഞ്ഞ് നന്നായി ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് വന്നു. ഞാൻ ആദ്യം അതിനായാണ് പ്രാർത്ഥിച്ചത്. ഇവനിൽ മാതാവിൽ വിശ്വാസം വരുത്തി തരണമേ അമ്മേ, എനിക്ക് വേറെ ഒന്നും വേണ്ട, അത് കഴിഞ്ഞാൽ അവൻ ശരിയായിക്കോളും, എനിക്ക് ഉറപ്പാണ്. ആ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയും നിരന്തരം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഫെബ്രുവരി 17 ബോർഡ് എക്സാം തുടങ്ങുക. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഏറ്റവും അവസാനത്തെ പരീക്ഷ ഏപ്രിൽ 4 പരീക്ഷയാണ് സൈക്കോളജി. കുഞ്ഞ് ബാക്കി വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, സൈക്കോളജി തൊടുന്നില്ല. സമയമുണ്ടല്ലോ, അന്നേരം നോക്കാം, ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്. അവൻ ആ വിഷയം ഇഷ്ടമില്ല. ആ അധ്യാപകനോടൊരു മാനസിക ബുദ്ധിമുട്ട്, ഇതെല്ലാം കൊണ്ട് പ്രാർത്ഥനയല്ലാതെ ഒരു വഴിയില്ലാതെ വന്നു. അവസാനം എനിക്കറിഞ്ഞുകൂടാ എപ്പോൾ അമ്മ ഇവനിൽ പ്രവർത്തിച്ചു എന്ന്. ഇവൻ ഫെബ്രുവരി 17 പരീക്ഷ തുടങ്ങുന്ന കുറച്ച് മുമ്പ് ഇവൻ എന്നോട് പറഞ്ഞു, അമ്മേ, അമ്മച്ചിയോട് കൃപാസനത്തിൽ പോയിരിക്കാൻ പറ, എൻ്റെ പരീക്ഷ ദിവസങ്ങളിൽ ഞാൻ പാസ്സാവും അമ്മേ. എൻ്റെ മകൻ എന്നോടതാ പറഞ്ഞത്. കൃപാസനത്തിൽ അമ്മച്ചിയോട്, ഞങ്ങളെല്ലാവരും ഖത്തറിലാണ്. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തതാണ്, അമ്മയ്ക്ക് കാലിനൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മയ്ക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവൻ്റെ 6 പരീക്ഷയുടെ അന്നും ഈ അൾത്താരയുടെ മുമ്പിൽ ഈ അമ്മയുണ്ടായിരുന്നു. 6 പരീക്ഷയുടെ വന്നു. സൈക്കോളജിയുടെ പരീക്ഷയുടെ അന്ന് എത്രത്തോളം അമ്മയെ വിളിച്ച് ഞാൻ കരഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. ഇവൻ പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണം. എൻ്റെ അമ്മ അവൻ പ്രവർത്തിച്ചു, എനിക്ക് ഉടമ്പടി എടുക്കണം അമ്മയെന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ അവിടെ നിന്ന് ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് മാസത്തിൽ റിസൾട്ട് വരുവാണ്. എനിക്ക് ശ്വാസമില്ല, ഞാൻ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുക, ക്ലാസ്സിൽ പോകണം. അന്ന് റിസൾട്ടാണ്. ഞാനതുപോലെ ക്ലാസ്സിൽ നിൽക്കുമ്പോഴാണ് ഒരു ടീച്ചർ വന്നിട്ട് ഒന്ന് പറഞ്ഞു, ഹേമ, പരീക്ഷയുടെ +2ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നടന്നതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണ് ഞാൻ കുട്ടികളോട് പറഞ്ഞത് അന്നും എനിക്ക് ഓർമ്മയില്ല. സത്യത്തിൽ വിറച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. ഓടി ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നു, ഹസ്ബൻഡിനെ വിളിച്ചു, +2ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം നോക്കി. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ 10 മിനിറ്റും മാതാവിനും മുറുക്ക ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, എന്നെ സങ്കടപ്പെടുത്തല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി കളയല്ലേ അമ്മയെന്ന്. ആ ഭർത്താവ് റിസൾട്ട് എടുത്തു എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് പാസ്, അത് എഴുതിയിട്ടുണ്ടോ? അപ്പോൾ പാസ് എഴുതിയിട്ടുണ്ട്, അമ്മേ നീ കാത്തു. അടുത്തത് എനിക്കറിയണേ, എൻ്റെ അമ്മ ഇവൻ്റെ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ സൈക്കോളജിയുടെ മാർക്ക് നോക്കിയപ്പോൾ 100ൽ 83 മാർക്ക് നൽകിക്കൊണ്ട് എൻ്റെ അമ്മ എന്നെ, എൻ്റെ മകനെ അനുഗ്രഹിച്ചു. അതിനാൽ എനിക്ക് ഒരിക്കലും അത്രയും മാർക്ക് ഇവന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ വിഷയത്തിലാണ് അവന് ഏറ്റവും കൂടുതൽ മാർക്കും. അവന് പഠിക്കുകയില്ല. നീ എന്തിനു പഠിക്കുന്നു? നിനക്ക് ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ തു മർക്യൂ നെയ് ജായ എന്ന ഒരു വേർഡാണ് സാറ് ഉപയോഗിച്ചത്. അത് എനിക്ക് അമ്മ എന്ന നിലയിൽ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ അമ്മയിലേക്ക് സമർപ്പിച്ചു. അമ്മ, ഇതാണ് അധ്യാപകൻ പറഞ്ഞ വാക്ക് എൻ്റെ കുഞ്ഞിനോട്. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഈ വിഷയം പഠിക്കില്ല എന്ന്. ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നൽകിക്കൊണ്ട് അമ്മ അനുഗ്രഹിച്ചു. അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ പലരോടും
ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒത്തിരി എനിക്ക് ഈ അൾത്താരയിൽ ഇവിടെ വന്ന് നിന്നത് പറയണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. രണ്ടാമത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പാരൻസ് മരിച്ചു പോയായിരുന്നു. ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു വീടുമുണ്ട്. അനിയത്തിയുടെ കയ്യിലാണ് എല്ലാ ഡോക്യുമെൻറ്റ്സും. അപ്പോൾ അവർ സാധാരണ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലെ ചെറിയൊരു പ്രോബ്ലം. ഞാൻ കാസ്റ്റ് മാറി വിവാഹം കഴിച്ച ഒരാളാണ്. ഞാൻ ഹിന്ദു ആയിരുന്നു, ക്രിസ്ത്യാനിയാണ്, വിവാഹം കഴിച്ച ഒരാളാണ്. ആ ഒരു ഇഷ്ടക്കേട് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു നല്ല പോലെ. അത് 21 വർഷമായിട്ടും അതിലൊരു മാറ്റം ഇല്ല. അച്ഛൻ മരിക്കുന്ന സമയത്തും അതിനു മുൻപുമെല്ലാം അവരെൻ്റെ അടുത്ത് വന്നിരുന്നു, സഹകരിച്ചിരുന്നു. പക്ഷേ അനിയത്തി ഈ ഒരു കാര്യത്തിൽ ഒരു രീതിയിൽ അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, നീ എന്തെങ്കിലും അവൾക്ക് കൊടുക്കണം എന്ന്. അത് കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. എനിക്ക് എൻ്റെ ഈ മകന് എൻ്റേതെന്ന് പറഞ്ഞ് കൊടുക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. എൻ്റെ അച്ഛനും ഇല്ല, അമ്മയില്ല, ആരുമില്ല, ഇനി ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. അത്ഭുതമെന്ന് പറയട്ടെ, ഈ ജൂലൈയിൽ കഴിഞ്ഞ ബുധനാഴ്ച ഈ വീട് വിറ്റ് അവൾ പൈസ തുല്യമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും തുല്യമായിട്ടാണ് എൻ്റെ അനിയത്തി ചെയ്തത്. അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ തന്നു ആ വാങ്ങിച്ചയാൾ. ഞങ്ങൾ വിശ്വാസത്തിൻ്റെ പുറത്ത് എണ്ണി, ഇപ്പോൾ ഒരു കുറവ് കണ്ടു പറഞ്ഞു. പക്ഷെ ഒന്നും കൂടെ എണ്ണിയപ്പോൾ ശരിയാണെന്ന രീതിയിൽ അവർ പറഞ്ഞു, ഞങ്ങൾ പോന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഈ പൈസയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഞാനത് എടുത്തു നോക്കുമ്പോൾ 50,000 രൂപയാണ് അതിൽ കുറവ്. എന്ത് ചെയ്യും മാതാവേ? ഞാൻ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. സാധാരണ നിലയിൽ നമ്മുടെ ഇടയിൽ അങ്ങനെ 2 ദിവസം കഴിഞ്ഞൊക്കെ വന്ന് ഞാൻ അവർ ആരും ഒന്നും ചെയ്യത്തില്ല. അവർ പറയും നിങ്ങളൊന്ന് എണ്ണിക്കൊണ്ട് പോകണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഞാൻ എന്ത് ചെയ്യും മാതാവേ എന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ മാതാവ് തിരി തെളിയിച്ചു തന്നു. ഞാൻ ഉടനെ തന്നെ ലൈറ്റ് ദ ലാമ്പ് എടുത്തിട്ട് മോൻ്റെ മൊബൈലിൽ പെട്ടെന്ന് എടുത്ത് ഞാൻ അതിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. പ്രയർ റിക്വസ്റ്റ് ഇട്ടപ്പം എനിക്കിങ്ങനെ പറഞ്ഞു, നീ വിളിക്ക് എന്ന് പറയുന്നു. ഞാൻ ആ മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സൗമ്യമായാണ് അദ്ദേഹം സംസാരിച്ചത്. തെറ്റു പറ്റിയിട്ടുണ്ടാകാം, മോള് വന്നോളൂ, പൈസ തരാം എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് ആ പൈസയും കൂടി വാങ്ങിച്ചു. അപ്പോൾ അത്രയ്ക്കും ഒരു വലിയ അനുഗ്രഹമാണ് മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നിരത്തി തരുന്നത്. വിശ്വാസം അത് ദൃഢമായി ആയാലും നമ്മൾക്ക് എല്ലാം നേടാൻ സാധിക്കും എന്ന അമ്മ എൻ്റെ ജീവിതത്തിലൂടെ എല്ലാവർക്കും കാണിച്ചു തരുന്നതായിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണം. എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം, എൻ്റെ മകന് കിട്ടിയ ഈ അനുഗ്രഹം ഇവിടെ പറയണമെന്ന് എനിക്ക് കഠിനമായിട്ട് എന്നോട് ചോദിച്ചു. അവിടെ എഴുതി ഇതാക്കിയാൽ മതി, 1 വർഷമല്ലേ ആയുള്ളൂ, ഈ സാക്ഷ്യം പറയണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയണം അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ LLB അഡ്മിഷൻ എടുത്തു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ് ഞങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഖത്തറിൽ അങ്ങനെ ചെയ്യാനൊന്നും സാധിക്കില്ലാത്തതുകൊണ്ട് ഇവിടെ വഴിയാണ് എല്ലാം ചെയ്യുന്നത്. ഞങ്ങൾ അനാഥാലയങ്ങളിലേക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ബൈബിള് ഞാൻ എഴുതുന്നുണ്ട്. യോഹന്നാൻ്റെ മുഴുവൻ ഞാൻ എഴുതി കഴിഞ്ഞു. എഴുതിയാണ് ഞാൻ സുവിശേഷം പ്രാർത്ഥിക്കുന്നത്, കുടുംബ പ്രാർത്ഥന, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു കൃപ ഞങ്ങളുടെ കുടുംബത്തിന് തന്നതിനായിക്കൊണ്ട് അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ ചാലക്കുടിക്ക് അടുത്ത് ആളൂരിന്ന് വരുന്നു, സെൻറ്റ് ജോസഫ് ഇടവക. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യം ആയിട്ട് ഉടമ്പടി എടുത്തത് 2023 ജനുവരി 23-ാം തീയതിയാണ്. അത് ഞാനൊരു 2 വാക്കത് പറയാം. അത് ഉടമ്പടി എടുക്കാനായ കാരണം, ഞങ്ങളുടെ ഇടവക പെരുന്നാൾ ജനുവരി 26-27 അപ്പോൾ എനിക്ക് ആ ജനുവരി 26-ാം തീയതി വരെ ഒന്ന് കടന്നു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മദ്യപാനം നല്ലോണം ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പെരുന്നാൾ കഴിയുന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 2ാമത് ആ പരിപാടി ആദ്യം തുടങ്ങാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ അത് ആ 23 ജനുവരി അതോടുകൂടി മാതാവ് അത് പൂർണ്ണമായിട്ടും എന്നെ അതിൽ നിന്ന് മോചനം തന്നു എനിക്ക്. അതിനുശേഷം ഞാൻ ഇന്ന് വരയ്ക്കും ആ വഴികൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ എനിക്ക് ഒരു
ഞാനത് നിയോഗം വെച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് നിയോഗത്തിൽ വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് നമ്മുടെ ജോസഫ് അച്ഛൻ തന്നെ പറയുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ നിയോഗം എന്താണെന്നുള്ളത് മാതാവിനറിയാം, നമ്മുടെ ആവശ്യങ്ങളും മാതാവിനറിയാം. എനിക്കൊരു ചെറിയൊരു അസുഖം വന്നു. ചെറിയൊരു അസുഖം എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയൊരു അസുഖമാണ്, കേൾക്കുന്നവർക്ക് അതൊരു വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ലായിരിക്കാം. അതായത് എനിക്ക് ഈ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു മലദ്വാരത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു ചൊറിച്ചിൽ പോലെ വന്നു. അപ്പോൾ ആദ്യമൊക്കെ അത് ചെറിയൊരു ചൊറിച്ചിലല്ലേ എന്ന് വെച്ചിട്ട് അതങ്ങനെ വിട്ട് കളഞ്ഞു. പിന്നെ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടാൻ തുടങ്ങി. എപ്പോഴും അല്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ. അപ്പോൾ ഈ ചൊറിച്ചിൽ അത് അത്ര സുഖമുള്ള സ്ഥലത്തുള്ള ചൊറിച്ചിലല്ല, ആൾക്കാരുടെ മുന്നിൽ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാനത് പല പ്രാവശ്യമായി. ഇപ്പോൾ ഞാനിത് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് ഒരു ഡോക്ടറെ കാണാൻ പോയാലും പറയാനും നാണക്കേടാണ്, വേറെ ആളോട് പറയാനും പറ്റില്ല. അങ്ങനെ എനിക്ക് ഈ കാല് ഇടയ്ക്കൊക്കെ ഈ വണ്ടിമൊക്കെ ഈ കാല് തരിക്കുന്ന ഒരു അസുഖമുണ്ട്. അപ്പോൾ അത് വണ്ടിമ എവിടെയെങ്കിലും കൊള്ളണമെന്ന് ഞാൻ അറിയാറില്ല. അപ്പോൾ ഈ കാല് പൊട്ടണ കാരണം കൊണ്ട് ഞാൻ ബാത്റൂമിൽ ഒരു മാതാവിൻ്റെ ഒരു ഉടമ്പടി ഉപ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പ് ഞാൻ ചുടുവെള്ളത്തിലിട്ട് കാല് കഴുകണ മാതിരി ഞാനിതിങ്ങനെ 1-2 ദിവസമൊക്കെ കഴുകി. അപ്പോൾ കുഴപ്പമില്ല, അത് അങ്ങനെ കൊണ്ട് മാറിപ്പോയി. പിന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം വന്നു. അപ്പോൾ അത് വന്നത് ഇത്തിരി ശക്തമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നടപടിയാവണ കാര്യമല്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇനി എന്നിട്ട് മരുന്ന് ഇനിയിപ്പോൾ മാതാവിൻ്റെ ഞാൻ ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, ഈ ഉപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് ഉപയോഗിക്കുന്നതിലും നല്ലത് അത് നേരിട്ട് തന്നെ അതിൻ്റെ സ്ഥാനം എവിടെയെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാലാണ് അത് നേരെയുള്ളൂ. അപ്പം ഞാനത് ഉടമ്പടി തൈലം ഒരു തുള്ളി ഞാൻ എൻ്റെ കയ്യിലെ വെല്ലമെടുത്ത് ഉടമ്പടി ഉപ്പ് കുറച്ച് വെച്ച് ഞാൻ ആ സംഗതി ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കൾക്കായാലും ഒരു വയ്യായ വന്ന ആദ്യം തന്നെ ഡോക്ടറെ കാണലായിരുന്നു ആദ്യത്തെ പരിപാടികളൊക്കെ. ഇപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ മരുന്നും ഉപ്പും ആണ്. ഉപ്പ് കൊടുക്കുക, ഉപ്പ് വെള്ളത്തിലിട്ട് 1 ടീസ്പൂൺ കൊടുക്കുക, തേൻ കൊടുക്കുക, മാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശ് വരച്ച്, അങ്ങനെയൊക്കെയാണ് വീട്ടിലാർക്കും എന്ത് വന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഡോക്ടറെ കാണാൻ പോവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അതൊരു മാതാവിൻ്റെ ഏറ്റവും വലിയൊരു ഔഷധമായിട്ടാണ് ഞാനങ്ങനെ കാണുന്നത്. പിന്നെ എനിക്കുണ്ടായ ഒരു ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ അതാണ്. പല രോഗങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ചുമയും ശ്വാസം മുട്ടുകൊണ്ട് ഞാൻ 1 കൊല്ലം ഉറങ്ങാണ്ടിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഉറങ്ങാനേ നേരമുള്ളൂ. 9 മണിയാകുമ്പോഴേക്കും ഉറക്കം തോന്നൽ തുടങ്ങും. ഒരു നേരം പോലും ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റാണ്ടിരുന്നതാണ്. അത് മാതാവ് ഭയങ്കരമായ ഒരു പരീക്ഷണത്തിൽ കൂടെയാണ് എന്നെ ഇന്ന് മാറ്റി തന്നത്. കാരണം എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റണത് ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയും, അവർക്കൊക്കെ മാറ്റി കൊടുക്കാനുള്ളൂ, കുഴപ്പമില്ല. എൻ്റെ രോഗത്തിന് വരുമ്പോൾ മാതാവിന് ഒഴിവുമില്ല, നേരവുമില്ല. എനിക്കിതിന് മാതാവിന് എനിക്ക് എന്തുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചുകൂടാ, അല്ലെങ്കിൽ എൻ്റെ സൗഖ്യം തന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ പറയും. പക്ഷേ അത് 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പല ധ്യാനങ്ങൾ ഈ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ലൊരു പാഠം നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ഇതിനൊരു തീരുമാനം മാതാവ് ഉണ്ടാക്കുള്ളൂ. ഇവന്മാരൊക്കെ കാലുമാറി എന്നാ പോവാന്നറിയില്ലല്ലോ. അപ്പോൾ അതിന് ശേഷം എനിക്കിപ്പോൾ ഞാൻ മരുന്നൊക്കെ മേടിച്ച് കൊണ്ടുവന്നത് ഒരു 2 കൊല്ലം മുന്നേ മേടിച്ചത് വരെ വീട്ടിലേക്കുണ്ട്. അത് എൻ്റെ ജീവിത പങ്കാളി ഇടയ്ക്ക് പറയും, ആ മരുന്നൊക്കെ കഴിക്കുന്നില്ലേ, ചുമക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്ന മരുന്ന് അതിൻ്റെ ഫലം എന്തായാലും ഈ മേടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ മരുന്നിന് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞ മാതിരി കൺസ്ട്രക്ഷൻ്റെ വർക്കാണ് എനിക്ക്. അത് കുറച്ച് കാലങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയല്ല, മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടും ആർക്കും പണിയില്ലാത്തൊരു കാലമാണ്. അപ്പം ഞാൻ
ഏകദേശം ഇങ്ങനെ നമുക്ക് ഇന്ന് ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടില്ല. നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് 10-20 കൊല്ലമൊക്കെ പഴക്കമുള്ള ഒരു പണിക്കാരൊക്കെ ഉണ്ട്. അവരുടെ ജോലിയെങ്കിലും മാതാവെ വഴി മുട്ടിക്കരുത് അവർക്ക്. അവർ വേറെ നമ്മളെ വിട്ടുപോകാത്ത ആൾക്കാരാണ്. അപ്പോൾ അത് മാതാവ് ഇന്ന് വരെ, ഈ നേരം വരെ, ഇന്നത്തെ ദിവസം വരെ അത് നടന്നു പോയുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. പണികളൊക്കെ കുറഞ്ഞല്ലോ മാതാവേ, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു വഴി കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നൊരു വഴി എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. ഒരു 4-5 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു കുഞ്ഞ് വീട് പണിയാം. പണിക്കാരുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ആലോചിച്ചപ്പോൾ വലിയ കാര്യങ്ങളൊന്നും നടത്താനുള്ള വഴി എൻ്റെ കയ്യിലില്ല. ഞാൻ വലിയ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഒരു ഇത്തിരി പൈസ എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് സ്വർണ്ണമുണ്ട്. അപ്പോൾ അതൊക്കെ വിറ്റാൽ നമുക്കൊരു 5-6 സെൻറ്റ് സ്ഥലം മേടിക്കാമെന്നുള്ള തീരുമാനത്തിൽ അതൊക്കെ മേടിച്ചു. 7 സെൻറ്റ് സ്ഥലം മേടിച്ചു. സ്ഥലം മേടിച്ച് തറകെട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാശിൻ്റെ പരിപാടി ഏകദേശം അത് തീർന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി തറ കെട്ടിയിട്ടിട്ട് കാര്യമില്ല മാതാവേ, ഒരാൾ വന്നാൽ ഇത് ഇങ്ങനെ മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു വഴി കണ്ടു. അത് ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു, പണി തുടങ്ങാമെന്നൊരു തീരുമാനമുണ്ട്. 1-2 കാര്യങ്ങളൊക്കെ ഒരു കുറിയുണ്ട്, അതൊക്കെ കിട്ടി. അപ്പോൾ വാർക്ക കഴിഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി കുറിയും കിട്ടാനില്ല, എൻ്റെ കയ്യിലൊന്നുമില്ലാനും. അപ്പോൾ എനിക്ക് അടുത്ത പണി മാതാവ് തന്നാലല്ലാണ്ട് എൻ്റെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു വർക്ക് കിട്ടി. അതായത് അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വർക്ക്. കുറച്ച് പൈസ നമുക്കത് കിട്ടി. ആ വീടിൻ്റെ പണി 100% കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത്രയും ഡീസൻ്റായിട്ട് നല്ലൊരു വീട് ഞാൻ പണിതു. അത് വീടിൻ്റെ പണി കഴിഞ്ഞാലും മാതാവിൻ്റെ ഉത്തരവാദിത്തം കഴിയുന്നില്ല. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഇതെനിക്ക് വിറ്റ് തരണം. ഇതൊരു പണി ആയിട്ടാണ് എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. എനിക്ക് താമസിക്കാൻ വീടുണ്ട്, എൻ്റെ മക്കൾക്ക് താമസിക്കാനും വീടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ കൂടെ പണിയുന്നവരുടെ ഒരു പണിക്കാർക്കുള്ള പണിയും കൂട്ടത്തിൽ നമുക്കൊരു ചെറിയൊരു വരുമാനം അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് എനിക്ക്. പിന്നെ എനിക്ക് ഈ കഴിഞ്ഞ എൻ്റെ പുതുക്കൽ 8ാമത്തെ പുതുക്കലായിരുന്നു. ഇത് ഇന്ന് 9ാമത്തെ പുതുക്കലാണ്. ഈ പുതുക്കലിന് ഞാൻ പുതുക്കൽ കഴിഞ്ഞ് താഴെ വന്ന് ഇവിടെ ഈ ഉടമ്പടി മാതാവിൻ്റെ അവിടെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിൽക്കണ രൂപത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ കുറച്ച് പേരെ വീതം നമ്പർ വിളിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് മറ്റേ ടോക്കണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവിനെ ഒന്ന് കിട്ടിയെങ്കിൽ ഒന്ന് എടുക്കായിരുന്നു പക്ഷെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അതിനോട് യോഗ്യതയുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾക്ക് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അത് അങ്ങനെ പറഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വിളിച്ചു. അപ്പം ഞാനവിടെ ആ മാതാവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ ഇത് ടോക്കൺ കൊടുക്കുന്ന ആൾ വന്നിട്ട് എല്ലാവരും 4 ടോക്കണോ 5 ടോക്കണാണ് ഉള്ളത്. അതിലൊരെണ്ണം ലാസ്റ്റ് വന്നത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. എനിക്ക് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാനത് എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കൊടയോ മുത്തുകൊടയോ അല്ലെങ്കിൽ മെഴുതിരിക്കാലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ ചെന്ന് പിന്നെയാണ് ഞാൻ ഇത് നോക്കിയപ്പോൾ ഇത് എനിക്ക് ഈ മാതാവിനെ കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി യോഗ്യതയ്ക്ക് എല്ലാവരേലും കൂടുതൽ യോഗ്യത മാതാവിനെടുക്കാൻ എനിക്കുണ്ടെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നല്ല അതിൻ്റെ കാര്യങ്ങൾ പോണെന്നുള്ള കാര്യം ഉറപ്പായി. എനിക്ക് മാതാവിനെ കിട്ടി, മാതാവിനെടുക്കാനുള്ള യോഗം കിട്ടി. അപ്പോൾ തന്നെ എൻ്റെ മോള് കുഞ്ഞ് ക്ലാസ്സിലാണ് പഠിക്കണമെങ്കിലും അവൾക്ക് മലയാളം അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കഴിവുള്ള ആൾക്കാരല്ലെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്താലും പറഞ്ഞു കൊടുക്കാനായിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ വെറും 5ാം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് കിട്ടേണ്ടത് എൻ്റെ മനസ്സിൽ എൻ്റെ തലയിലേക്ക് ഈശോ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ജോലിയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ മുത്തുകൂടെ പിടിക്കുന്ന ആൾക്കും ഈ കാര്യങ്ങൾ കിട്ടും. ഈ മാതാവിനെ പിടിക്കാനും ഇതിൻ്റെ കാര്യങ്ങളും
ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും എല്ലാത്തിനും എന്നെ സഹായിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകമായി VP ജോസഫ് അച്ഛന് എന്ത് കാര്യവും ബൈബിളിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു തരുന്ന ആൾ അച്ഛനാണ്. ഇവിടെ ഓരോ കാര്യങ്ങളും ഈ അമ്മയുടെ തിരുസന്നിധിയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും സിസ്റ്റർമാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്ന അമ്മയെ. ഭക്ഷണം വീട്ടിൽ വെച്ചാണ് കൊണ്ടു കൊടുക്കാറ്. അത് ഞങ്ങളുടെ എൻ്റെ മരുമോളും എൻ്റെ ഭാര്യയും ഞാനൊക്കെ പാടപടിയാണ്. പക്ഷെ ഇപ്പോൾ 3 കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തടസ്സങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ചോറ് വെച്ച് കൊണ്ടുപോകും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പോയി ഒരു 10-15 ബിരിയാണിയൊക്കെ മേടിച്ച് ഈ പാവപ്പെട്ട ആൾക്കാർക്ക്. അപ്പോൾ ഞാനും വിചാരിക്കും അവരും വല്ലപ്പോഴൊക്കെ ബിരിയാണിക്ക് തിന്നട്ടെ, നമ്മൾക്ക് മാത്രം കഴിച്ചാൽ പോരല്ലോ. അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. മരുന്നിനൊന്നും പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതൊക്കെ അറിയാൻ എനിക്ക്. ഞാൻ പറ്റാവുന്ന ആൾക്കാർക്ക് ഇത് നമ്മൾ സമൂഹത്തിനെ വിളിച്ച് പറഞ്ഞറിയിക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് 10 രൂപ എനിക്ക് കിട്ടിയാൽ അതിനൊരു 5 രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്നുള്ള ഒരു മനസ്സെനിക്ക് പണ്ടേ ഉള്ളതാണ്. ഇപ്പം മാതാവിൻ്റെ അരുത്ത് വന്നതോടുകൂടി അത് കുറച്ച് കൂടുതലായി. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനും പത്രം വിതരണം ചെയ്യാനും എല്ലാത്തിനും എനിക്കൊരു മടിയുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനും ഈശോയ്ക്കും വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്.